ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മരുമകളെ കഴുത്തറുത്ത് കൊന്ന് ഭർതൃപിതാവ് ആത്മഹത്യ ചെയ്തു. കൊല്ലപ്പെട്ടത് വടക്കുംപുറം സ്വദേശി 34 വയസ്സുള്ള ഷാനു. ഭർതൃപിതാവ് സെബാസ്റ്റ്യൻ ആത്മഹത്യ ചെയ്തു. ഡോക്ടർ RLV രാമകൃഷ്ണനു നേരെ ജാതി അധിക്ഷേപവുമായ കലാമണ്ഡലം സത്യഭാമ. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും പരാമർശം. തൃശൂർ ചിമ്മിലി ഡാമിൽ ശേഷിക്കുന്നത് 23 ദിവസം കൂടി തുറന്നുവിടാനുള്ള വെള്ളം മാത്രം. അവശേഷിക്കുന്നത് ഡാമിന്റെ സംഭരണശേഷിയുടെ 17% വെള്ളം മാത്രം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മരുമകളെ കഴുത്തറുത്ത് കൊന്ന് ഭർതൃപിതാവ് ആത്മഹത്യ ചെയ്തു. വടക്കൻ പറവൂരിലാണ് സംഭവം. വടക്കുംപുറം സ്വദേശി 34 വയസ്സുള്ള ഷാനു ആണ് കൊല്ലപ്പെട്ടത്. ഷാനുവിനെ കൊലപ്പെടുത്തിയ ശേഷം ഭർതൃപിതാവ് സെബാസ്റ്റ്യൻ ആത്മഹത്യ ചെയ്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മകന്റെ ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന ശേഷം ഭർതൃപിതാവ് തൂങ്ങി മരിച്ചു. ചേന്നമംഗലം പഞ്ചായത്തിലെ വടക്കുംപുറം കൊച്ചങ്ങാടി കാനപ്പള്ളി സെബാസ്റ്റ്യനാണ് മകൻ സിനോജിന്റെ ഭാര്യ ഷാനുവിനെ കഴുത്തറുത്ത് കൊന്ന ശേഷം തൂങ്ങി മരിച്ചത്. വ്യാഴാഴ്ച പകൽ 11-നാണ് സംഭവം. ഫാക്ടിലെ കരാർ ജീവനക്കാരനാണ് കൊല ചെയ്യപ്പെട്ട ഷാനുവിന്റെ ഭർത്താവ് സിനോജ്. രാവിലെ ഇയാൾ ജോലിക്ക് പോയ ശേഷം 8 മണിക്ക് ഭാര്യയെ വിളിച്ചിരുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ ഒന്നും പറഞ്ഞിരുന്നില്ലെന്ന് സിനോജ് പറഞ്ഞു. പിതാവ് ഭാര്യയുമായി വഴക്കുണ്ടാക്കുക പതിവായിരുന്നു. ആഹാര സംബന്ധമായ കാര്യങ്ങളെ ചൊല്ലി 6 മാസം മുമ്പ് ഇരുവരും രൂക്ഷമായ തർക്കം നടന്നിരുന്നു. ഇതിനുശേഷം പിതാവിനോട് ഷാനു സംസാരിക്കാറില്ലെന്നും സിനോജ് പറഞ്ഞു. പിതാവുമായി തെറ്റിപ്പിരിഞ്ഞതിനെ തുടർന്ന് സിനോജിന്റെ സഹോദരൻ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്താണ് ഒറ്റയ്ക്ക് താമസം. സിനോജിന്റെ മാതാവ് 2 ദിവസം മുമ്പ് സഹോദരന്റെ വീട്ടിലായിരുന്നു. ഇരട്ടകളായ ഇമ, ഇവാൻ എന്നിവരാണ് കൊല്ലപ്പെട്ട ഷാനുവിന്റെ മക്കൾ. LKG വിദ്യാർത്ഥികളായ മക്കൾ സ്കൂളിൽ പോയ ശേഷം ഷാനു വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പോഴാണ് സംഭവം നടന്നത്. ഇരുവരുടെയും മൃതദേഹം പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം 3 മണിയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. മീഡിയ ടൈം, പറവൂർ. എടപ്പാൾ മേൽപ്പാലത്തിൽ KSRTC ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. സംഭവത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവർ പാലക്കാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. തൃശൂർ ഭാഗത്ത് നിന്നെത്തിയ KSRTC ബസും എതിർദിശയിൽ വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പിക്കപ്പ് ജീപ്പിനുള്ളിൽ ഡ്രൈവർ കുടുങ്ങി. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. അപകടം നടന്ന ഉടനെ വാൻ ഡ്രൈവറെ പുറത്തെടുക്കാനായിരുന്നില്ല. ഗുരുതരമായി പരിക്കേറ്റ പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 7ഓടെയായിരുന്നു മരണം. പരിക്കേറ്റ മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഗുരുതരമല്ലെന്നും പോലീസ് അറിയിച്ചു. KSRTC സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ കുറാഞ്ചേരിയിൽ ബസും ടിപ്പർ ലോറിയും വാനും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. തിരുവില്ലാമലയിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറാഞ്ചേരി പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം നടന്നത്. തിരുവില്ലാമലയിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു. തുടർന്ന് മറ്റൊരു വാനിലും ലോറിയിടിച്ചു. അപകടത്തിൽ 4 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുടയിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. അവിട്ടത്തൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കറുകപ്പറമ്പിൽ വീട്ടിൽ 60 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന സൈക്കിൾ നിയന്ത്രണം വിട്ട് മറിയുകയും റോഡിൽ വീണ ബാലന്റെ തലയിലൂടെ ബസ് കയറി ഇറങ്ങുകയുമായിരുന്നു. ഇരിങ്ങാലക്കുട ഢാണ ചാലക്കുടി റോഡിൽ ഡ്രൈവിംഗ് സ്കൂളിന് സമീപത്ത് ഇന്നലെ രാത്രിയാണ് അപകടം നടന്നത്. പാട്ടമാലി റോഡിൽ ചായക്കടയിൽ ജോലി ചെയ്യുന്ന ഇയാൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ചെറിയ കയറ്റത്തിൽ വെച്ച് സൈക്കിൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് റോഡിന്റെ വലതുഭാഗത്തേക്ക് തെറിച്ചു വീണ ബാലന്റെ തലയിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു. ഇതേ ദിശയിൽ വരികയായിരുന്ന മാള ഭാഗത്തേക്ക് പോവുകയായിരുന്ന മരിയ എന്ന സ്വകാര്യ ബസ്സിലെ
പുറകിലെ ടയർ കയറിയിറങ്ങി തൽക്ഷണം മരണപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇരിങ്ങാലക്കുട പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ RLB രാമകൃഷ്ണനു നേരെ ജാതി അധിക്ഷേപവുമായി കലാമണ്ഡലം സത്യഭാമ. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു പരാമർശം. യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലാണ് വിവാദ പരാമർശം. സംഭവത്തിൽ ഡോക്ടർ RLB രാമകൃഷ്ണന് പിന്തുണയുമായി പ്രമുഖർ ഫേസ്ബുക്കിൽ പോസ്റ്റുകളുമായി രംഗത്തെത്തി. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം, കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും. അവരായിരിക്കണം. ഇതിനെ കണ്ടു കഴിഞ്ഞാലല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. 15 കൊല്ലത്തിലേറെയായി മോഹിനിയാട്ട രംഗത്ത് അധ്യാപകനായും നർത്തകനായും പേരെടുത്ത ഡോക്ടർ RLB രാമകൃഷ്ണന് നേരെയാണ് ജാത്യാധിക്ഷേപം ഉണ്ടായത്. നർത്തകിയായ കലാമണ്ഡലം സത്യഭാമ ജൂനിയർ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാദ പരാമർശം. അധിക്ഷേപ പരാമർശം വന്നതിന് പിന്നാലെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനമുയർന്നു. രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പേരെത്തി. അതേസമയം മുൻപും സത്യഭാമ അധിക്ഷേപിച്ചിട്ടുണ്ടെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. എന്റെ പേര് പറയാതെയാണ് പറഞ്ഞിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ. ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്താധ്യാപകൻ, വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം. അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ, കാക്കയുടെ നിറമുള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല. കേരളത്തിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതിൽ പറഞ്ഞത്. നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം. കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആള് ശബ്ദം ഉയർത്താൻ പാടില്ല. ജയിലിൽ പോകേണ്ടി വന്നാലും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പലവിധ അധിക്ഷേപങ്ങളെയും അതിജീവിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡോക്ടർ RLB രാമകൃഷ്ണൻ പറഞ്ഞു. സാംസ്കാരിക രംഗത്ത് ഇത്തരം സവർണ ചിന്തയുള്ളവർ നിലയുറപ്പിച്ചാൽ വലിയ ഭീകര അവസ്ഥയാണ് ഉണ്ടാകുകയെന്നും കലാഭവൻ മണി അടക്കമുള്ള ആളുകൾ ഇത്തരം അധിക്ഷേപം നേരിട്ടിരുന്നുവെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. അതേസമയം താൻ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കലാമണ്ഡലം സത്യഭാമ വ്യക്തമാക്കി. മീഡിയ ടൈം, ചാലക്കുടി. തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ. പറവൂർ കുഞ്ഞിത്തൈ സ്വദേശി നെടിയാറ വീട്ടിൽ ശ്രീലാൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മയിൽ വാഹനം എന്ന ബോട്ടാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത്. 2.5 ലക്ഷം രൂപ ഉടമയ്ക്ക് പിഴയും ചുമത്തി. തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുത്ത് മത്സ്യബന്ധനം നടത്തുന്ന കരവല രീതി മത്സ്യസമ്പത്ത് കുറയാനിടയാകും. ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യലഭ്യത കുറയും എന്ന് കാണിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ നടത്തിയ പരിശോധനയിൽ അനധികൃത മത്സ്യബന്ധനം നടത്തി വന്ന എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ കുഞ്ഞിത്തൈ സ്വദേശി നെടിയറ വീട്ടിൽ ശ്രീലാൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മയിൽ വാഹനം എന്ന ബോട്ടാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത്. കരവലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ്. ഇത് ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ഈ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത്. പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് മുനമ്പം ഭാഗത്തു നിന്ന് വന്ന ബോട്ട് പിടിയിലായത്. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം 1980 പ്രകാരം കേസെടുത്ത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. നിയമ നടപടികൾ പൂർത്തിയാക്കി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് 2,50,000 രൂപ സർക്കാരിലേക്ക് പിഴ ഈടാക്കി. പ്രത്യേക പരിശോധന സംഘത്തിൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോൾ, FEO അശ്വിൻ രാജ്, AFEO സംന ഗോപൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ VN, ഷൈബു VM, ഷിനിൽ കുമാർ ER എന്നിവർ നേതൃത്വം നൽകി. സീ റെസ്ക്യൂ ഗാർഡന്മാരായ അൻസാർ, പ്രസാദ്, ശ്രാങ്ക് ദേവസി, എഞ്ചിൻ ഡ്രൈവർ ആന്റണി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂർ ചിമ്മിനി ഡാമിൽ ശേഷിക്കുന്നത് 23 ദിവസം കൂടി തുറന്നുവിടാനുള്ള വെള്ളം മാത്രം.
ഡാമിന്റെ സംഭരണശേഷിയുടെ 17% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. റൂൾ കർവ് പ്രകാരം 43.39% വെള്ളം ഡാമിലുണ്ടാകേണ്ട സമയത്താണ് ഈ അവസ്ഥ. ചിമ്മിനി ഡാമിൽ സമീപ വർഷങ്ങളിലുണ്ടായ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ഇപ്പോഴത്തേത്. 1 ദശലക്ഷം ഘനമീറ്റർ അളവിലാണ് ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കണക്കിൽ 23 ദിവസം കൂടി വെള്ളം തുറന്നു വിട്ടുകഴിഞ്ഞാൽ ജലനിരപ്പ് 40 മീറ്ററിൽ നിന്ന് സ്ലൂയിസ് ലെവലിനേക്കാൾ താഴെയെത്തും. ഇതോടെ ജലവിതരണം നിലയ്ക്കും. കുറുമാലി, കരുവന്നൂർ പുഴകൾ കടന്നു പോകുന്ന മേഖലകൾ എല്ലാം ഏപ്രിൽ അവസാനത്തോടെ വരൾച്ച നേരിടേണ്ടി വരും. കഴിഞ്ഞ വർഷം ഇതേ സമയം 55.90 മീറ്റർ ജലനിരപ്പ് രേഖപ്പെടുത്തിയ സമയത്താണ് കഴിഞ്ഞ ദിവസം 2 മീറ്ററോളം കുറവിൽ 51.31 മീറ്ററിൽ എത്തിയത്. 23.25% വെള്ളവും കഴിഞ്ഞ വർഷം ഇതേ സമയം ഡാമിലുണ്ടായിരുന്നു. റൂൾ കർവ് പ്രകാരം 65.77 മീറ്ററാണ് ഈ സമയത്ത് ഡാമിൽ രേഖപ്പെടുത്തേണ്ട ജലനിരപ്പ്. ഇതിനേക്കാൾ ഏറെ താഴെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്ലൂയിസ് വാൽവിന് പൊതിഞ്ഞ ലോഹക്കൂടിന്റെ ഭാഗം ഡാമിന്റെ ചുവട്ടിൽ ഏറെക്കുറെ തെളിഞ്ഞു കാണുന്ന അവസ്ഥയിലാണ്. 13 മീറ്റർ കൂടി ജലനിരപ്പ് താഴാൻ 3 ആഴ്ചയിൽ കൂടുതൽ വേണ്ടിവരില്ല. ഇതോടെ ജലവിതരണം സ്തംഭിക്കും. മീഡിയ ടൈം, തൃശൂർ. ഗ്രാമപ്രദർശനത്തിലെ സവിശേഷ ആചാരമായ തൃപ്രയാർ തേവരുടെ ചാലുകുത്തൽ പൈനൂർ പാടത്ത് നടന്നു. മണ്ണ് ഭക്തർക്ക് പ്രസാദമായി നൽകി. ഇല്ലങ്ങളിലെ പൂരവും സമുദായ മഠവും പറയും കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നതോടെ തേവരുടെ പടിഞ്ഞാറേക്കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിന് സമാപനമാകും. പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തേവർ വെന്നിക്കൽ ക്ഷേത്രത്തിലെ പറയെടുപ്പും കോതക്കുളത്തിലെ ആറാട്ടും കഴിഞ്ഞാണ് ചാലുക്കുത്തലിന് എഴുന്നള്ളിയത്. പൈനൂരിൽ പണ്ട് പാടമായിരുന്ന സ്ഥലത്ത് ചാലുക്കുത്തലിന് മാറ്റിയിട്ട സ്ഥലത്ത് കണ്ണാത്ത തറവാട്ടിലെ പ്രതിനിധി പറ നിറച്ച ശേഷം തേവരുടെ തിടമ്പേറ്റുന്ന ആന രവിപുരം ഗോവിന്ദൻ നിലത്ത് നിന്ന് കൊമ്പുകൊണ്ട് 3 തവണ മണ്ണ് കുത്തിയെടുത്തു. ഇത് ഭക്തർക്ക് പ്രസാദമായി നൽകി. സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ഇറക്കുന്നതിലൂടെ തട്ടകത്ത് കൃഷി ഇറക്കാൻ തേവർ അനുമതി നൽകുന്നുവെന്നാണ് വിശ്വാസം. ചാലുകുത്തലിന് ശേഷം ഭക്തരുടെ പറ സ്വീകരിച്ച് തിരിച്ചെഴുന്നള്ളിയ തേവർ വൈകിട്ട് രാമൻകുളം ആറാട്ടിന് പുറപ്പെടും. തുടർന്ന് തൃപ്രയാറിലെ ഓട്ടോ ഡ്രൈവർമാരുടെയും ചുമട്ട് തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും സ്വീകരണത്തിന് ശേഷം ഇല്ലങ്ങളിലെ പൂരവും സമുദായ മഠം പറയും കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നതോടെ തേവരുടെ പടിഞ്ഞാറക്കരയിലെ ഗ്രാമപ്രദർശനത്തിന് സമാപനമാകും. മീഡിയ ടൈം, തൃപ്രയാർ. ഇനി നാട്ടിൽ നടന്നത്. മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന ചർച്ച്, പൊയ്യ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇടുക്കി അടിമാലി സ്വദേശി ചക്കിയങ്കൻ പത്മനാഭൻ എന്നയാളെയാണ് മാള CI സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ജനുവരി 21-ന് പൊയ്യപ്പള്ളിയിൽ നിന്നും 27,000 രൂപയും 26-ന് മാളപ്പള്ളിയിൽ നിന്നും 30,000 രൂപയുമാണ് ഇയാൾ മോഷണം നടത്തിയത്. പ്രതിയെ സംഭവ സ്ഥലങ്ങളിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പകൽ KSRTC ബസ്സിൽ സഞ്ചരിച്ച് ഏതെങ്കിലും സ്ഥലത്തിറങ്ങി പരിസരം നിരീക്ഷിച്ച് രാത്രിയിൽ മോഷണം നടത്തുകയാണ് ഇയാളുടെ രീതി. കേരളത്തിൽ പലയിടങ്ങളിലായി കൊലപാതകം, ഭവനഭേദനം, മോഷണമടക്കം 50ഓളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. SI-മാരായ KM സൈമൻ, CK സുരേഷ്, സീനിയർ CPO വിനോദ് കുമാർ, അഭിലാഷ്, നവീൻ, ഷഗിൻ, ബിപിൻ ദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLB രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDFന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സൗത്ത് ജംഗ്ഷനിലെ മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ AB ജോർജ്, VO പൈലപ്പൻ, അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, സൂസി സുനിൽ, ആലിസ് ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. RLB രാമകൃഷ്ണനെ BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് സന്ദർശിച്ച് പിന്തുണയറിയിച്ചു. കലാകാരൻ ഈശ്വരന് പ്രിയപ്പെട്ടവനാണെന്നും അവർക്ക് ജാതി മത വർണ്ണ വ്യത്യാസങ്ങളില്ലെന്നും സത്യഭാമയുടെ പ്രതികരണം ദൗർഭാഗ്യകരമെന്നും RLB രാമകൃഷ്ണനിലൂടെ കലാഭവൻ മണിയെ തന്നെ കാണുന്നവരാണ് മലയാളികളെന്നും നാഗേഷ് പറഞ്ഞു. എഴുത്തുകാരി ദയയുടെ 2 നോവലുകൾ കൊട്ടത്തലച്ചിയും ദയറ 2ാം പതിപ്പും പ്രകാശനം ചെയ്തു.
കാട്ടൂർ കലാസദനത്തിന്റെ നേതൃത്വത്തിൽ കോസ്മോ റീജൻസിയിൽ നടന്ന ചടങ്ങിൽ ഫാദർ ജോസ് കെ മാളിയേക്കൽ കവി സെബാസ്റ്റ്യന് നൽകി പ്രകാശനം നിർവഹിച്ചു. രാമചന്ദ്രൻ കാട്ടൂർ അധ്യക്ഷത വഹിച്ചു. രാധാകൃഷ്ണൻ വെട്ടത്ത് പുസ്തക പരിചയം നടത്തി. മാധ്യമപ്രവർത്തകൻ ഹസൻ കോയ, ബാബു വലപ്പാട്, ഷെരീഫ് ഇബ്രാഹിം തുടങ്ങി നിരവധി എഴുത്തുകാർ പങ്കെടുത്തു. ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ INTUC കൊടകര മണ്ഡലം തൊഴിലാളി സംഘം ID കാർഡ് വിതരണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷീബ ജോഷി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MK ഷൈൻ, ജോയ് ചെമ്പകശ്ശേരി, ബിനു ജി നായർ, ജോജു ജോർജ്, തോമസ് മണ്ടി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷക സ്മൃതിയും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജ് സെയ്ദലവി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ ജഡ്ജ് വിനീത അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. മുൻസിഫ് K കാർത്തിക, മജിസ്ട്രേറ്റ് KN ആശ, ന്യായാധികാരി റീജ R നായർ, നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനൽ, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുലാൽ, ന്യായാലയ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വാഹിദ് എന്നിവർ സംസാരിച്ചു. കോടതിയിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന മീഡിയേറ്റർമാരെയും വിവിധ തലങ്ങളിൽ ശ്രദ്ധേയരായ അഭിഭാഷകരെ ചടങ്ങിൽ അനുമോദിച്ചു. UDF എടവിലങ്ങ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കാര കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നടന്ന കൺവെൻഷൻ മുസ്ലിം ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷിബു മീരാൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ EK സജീവൻ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം MK അബ്ദുൾ സലാം, DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, അഡ്വക്കേറ്റ് PH മഹേഷ്, TM കുഞ്ഞു മൊയ്തീൻ, മേരി ജോളി, EK സോമൻ, EM ജോസഫ്, ദേവസി, KM റഷീദ്, CA ഗുഹൻ, PK സക്കറിയ, ബെന്നി കാവാലംകുഴി, CK അശോകൻ, ES സുനിൽകുമാർ, ജോസ്മി ടൈറ്റസ്, PN രഞ്ജിത്ത്, KM സിറാജ്, അബ്ദു ഹാജി, പ്രസന്ന ശിവദാസൻ, സരോജിനി ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDF കയ്പമംഗലം ഈസ്റ്റ് മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. ചെളിങ്ങാട് അമ്പലനടയിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം കാക്കാത്തുരുത്തി പള്ളി വളവിൽ സമാപിച്ചു. ET ടൈസൺ MLA, CPM ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ്, INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല, CPM ലോക്കൽ സെക്രട്ടറി TB സുരേഷ്, IS ഖാസിം, KV പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മരുമകളെ കഴുത്തറുത്ത് കൊന്ന് ഭർതൃപിതാവ് ആത്മഹത്യ ചെയ്തു. കൊല്ലപ്പെട്ടത് വടക്കുംപുറം സ്വദേശി 34 വയസ്സുള്ള ഷാനു. ഭർതൃപിതാവ് സെബാസ്റ്റ്യൻ ആത്മഹത്യ ചെയ്തു. ഡോക്ടർ RLV രാമകൃഷ്ണനു നേരെ ജാതി അധിക്ഷേപവുമായ കലാമണ്ഡലം സത്യഭാമ. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും പരാമർശം. തൃശൂർ ചിമ്മിലി ഡാമിൽ ശേഷിക്കുന്നത് 23 ദിവസം കൂടി തുറന്നുവിടാനുള്ള വെള്ളം മാത്രം. അവശേഷിക്കുന്നത് ഡാമിന്റെ സംഭരണശേഷിയുടെ 17% വെള്ളം മാത്രം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.